എല്ലാ കൂട്ടുകാരെയും അശ്വിൻ വാസ് ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ ഒരു പുതിയ യൂട്യൂബിലൂടെ സാധനം ചെയ്തു. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് നമ്മൾ Paytm ആപ്ലിക്കേഷനെ പറ്റിയാണ്. അതായത് Paytm ആപ്ലിക്കേഷനകത്ത് ഇഷ്ടംപോലെ ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഫോർഗെറ്റ് പാസ്വേഡ്, അതായത് പാസ്വേഡ് മറന്നുപോയാൽ എങ്ങനെ തിരിച്ചെടുക്കാമെന്ന്. മിക്ക ആൾക്കാർക്കും അറിയാം ഫോർഗെറ്റ് കൊടുത്താൽ വരുമെന്ന്, പക്ഷേ അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നോക്കേണ്ടത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മുടെ Paytm എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ നോക്കുക. അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേഷൻ കൊടുക്കുക, എന്നാൽ മാത്രമേ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫോർഗെറ്റ് പാസ്വേഡിന് കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ Paytm അക്കൗണ്ട് എന്ന് പറയുന്നത് Paytm അക്കൗണ്ട് നമ്പർ ആയിരിക്കും, അതായത് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കും. ആ ഫോൺ നമ്പർ നിങ്ങൾ റീചാർജ് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. മിക്ക ആൾക്കാർക്കും വരുന്നൊരു പ്രശ്നമാണ്. അതായത് ഔട്ട് ഗോയിങ് ഇൻകമിങ് സർവീസൊക്കെ നിന്ന് പോയാൽ നമുക്ക് OTP അതുപോലെ തന്നെ മെസ്സേജുകളും ഫോൺ വിളിക്കാനുള്ള ഒരു ഓപ്ഷൻ ഒന്നും വരത്തില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് Paytm ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് സൈഡിലോട്ട് ഇങ്ങനെ പതുക്കെ സ്ക്രോൾ ചെയ്യുക. കണ്ടോ, ആ പോലെ സ്ക്രോൾ ചെയ്യുമ്പോഴേക്ക് നമുക്ക് ലോഗിൻ ടു കണ്ടിന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങൾക്ക് പാസ്വേഡ് അറിയത്തില്ലെങ്കിൽ അറിയാമെങ്കിൽ ചുമ്മാ എന്തെങ്കിലും അടിക്കുക. അതിനുശേഷം നിങ്ങളവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറഞ്ഞ് ആ ഫോൺ നമ്പറിനെ തൊട്ട് താഴെ ചെറുതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊസീഡ് സെക്യൂറിൽ വീണ്ടും കാണിക്കാൻ കൊടുക്കുക. അപ്പോൾ ഒരു OTP അയക്കാൻ വേണ്ടി അവർ ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 20 സെക്കൻഡ് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. 20 സെക്കൻഡ് കഴിയുമ്പോഴേക്കും OTP വരുന്നതായിരിക്കും. ഇനി OTP വന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു ഓപ്ഷൻ റീസെൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് വീണ്ടും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. എന്നിട്ടും വന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ബാക്ക് അടിച്ച് ഫുൾ ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ലോഗിൻ ചെയ്ത് ഫോർഗെറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കറക്റ്റായിട്ട് OTP വരുന്നതായിരിക്കും. അത് വേറെ ഒന്നുകൊണ്ടല്ല, അവരുടെ ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. ഇനി നിങ്ങൾ പാസ്വേഡ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ക്യാരക്ടർ കൊടുക്കുക, പിന്നെ നമ്മൾ നമ്പർ കൊടുക്കുക, പിന്നെ എന്തെങ്കിലും അറ്റോ അതുപോലെ #യോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കീവേഡ് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ പാസ്വേഡ് കൂടുതൽ പ്രൊട്ടക്റ്റ് ആകുന്നതായിരിക്കും. അതായത് ഇഷ്ടംപോലെ ഹാക്കേഴ്സ് ഈ ടൈമിൽ വീട്ടിൽ ഇരിക്കുന്നുണ്ട്, അവന്മാരെല്ലാവരും പണിയാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് നോക്കുക. ഈ രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. വേറെ ഒന്നുമില്ല, നമ്മുടെ Paytm ആപ്ലിക്കേഷനകത്ത് നിങ്ങൾക്ക് OTP വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കോൾ എന്ന് പറഞ്ഞൊരു മറ്റൊരു ഓപ്ഷൻ കാണും. ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ഒരു കോൾ ചെയ്യുന്നതായിരിക്കും. വേറെ ഒന്നുമില്ല, അവരൊരു OTP പറയും. ആ OTP നിങ്ങൾ കേട്ടിട്ട് അടിച്ചു കൊടുക്കുക. അത് രണ്ടും ശരിയായില്ലെങ്കിൽ മൂന്നാമത് ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആയിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അതായത് പാസ്വേഡ് റീസെറ്റ് ലിങ്ക്. ആ ലിങ്ക് കയറുമ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് ന്യൂ പാസ്വേഡ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ ന്യൂ പാസ്വേഡ് അടിച്ച് ക്രിയേറ്റ് ചെയ്യുക. ഇനി എന്നിട്ട് ഡയറക്റ്റ് പോയി നിങ്ങൾ ലോഗിൻ ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് വളരെ സിമ്പിളായിട്ട് നമ്മളെ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും മനസ്സിലാക്കുക. അതുപോലെ തന്നെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലെറ്റ്സ് എൻജോയ് ദിസ് വീഡിയോ.